വെക്കരുതല്ലേ. ബോട്ട് പോയിട്ട് ഒരു ബ്രിഡ്ജിന്റെ താഴെക്കിട്ട് ഒറ്റയിടി. ജെറ്റ്സ്കി ഇടിക്കാൻ വേണ്ടി പോയപ്പോ ഞങ്ങളെല്ലാരും അശ്വിൻ കിൽ 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 എന്ന് പറഞ്ഞു. അശ്വിൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. വളരെ നന്ദിയുണ്ട്. ഈ ബോട്ട് കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇതുവരെ എല്ലാം ശരിയല്ലേ? ഇതുവരെ എല്ലാം വളരെ ശരിയാണ്. നാട്ടിൽ നിന്ന് നമ്മൾ സിഡ്നി എത്തിക്കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ നമ്മൾ ബ്രിസ്ബനിലോട്ടൊരു ട്രിപ്പ് അടിച്ച്. കാരണം കോഫി ബോസിൻ്റെ റോഷനിയുടെയും കൂടെ ബ്രിസ്ബനിലായിരുന്നല്ലോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നമ്മൾ 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മൾ ഗോബോട്ട് എക്സ്പീരിയൻസ് എടുത്തു. നമ്മൾ തന്നെ ബോട്ട് ഹയർ ചെയ്ത് ബ്രിസ്ബൻ റിവറിൽ കൂടെ നമുക്ക് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇത്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉച്ചയായപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗോ ബോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമുക്ക് തന്നെ ഈ ഇലക്ട്രിക് ബോട്ട് തരും. നമുക്ക് തന്നെ ഇത് ഡ്രൈവ് ചെയ്ത് ബ്രിസ്ബൻ റിവറിൽ കൂടെ പോകാം. അപ്പോൾ ബ്രിസ്ബൻ സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസ്ബൻ സിറ്റിയുടെ നടുക്കൂടെ ഒരു റിവറാണ് പോകുന്നത്. അതിനെ ഇവർ ബ്രിസ്ബൻകാർ ബ്രൗൺ സ്നേക്ക് എന്നാണ് പറയുക. മിക്കപ്പോഴും അതൊരു ബ്രൗൺ കളറിലായിരിക്കും ആ റിവർ. അപ്പോൾ ബ്രിസ്ബൻ സിറ്റി ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ റിവറിൻ്റെ ചുറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ട് തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 hours ഉണ്ട്. 2 hours നമുക്ക് ബ്രിസ്ബൻ റിവറിൽ കൂടെ പോവാം. വേറെ ലൈസൻസ് ഒന്നും വേണ്ട. നമ്മൾ രജിസ്റ്റർ ചെയ്ത് ബോട്ട് ബുക്ക് ചെയ്തു. കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം. സിഡ്നി സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാണ്. ഫുള്ള് ചുറ്റും കടലാണ്. സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കടലിൻ്റെ അടുത്ത് ഇങ്ങനെ തീരത്തൂടെയാണ്. ബ്രിസ്ബൻ സിറ്റിയുടെ പ്രത്യേകത ഇതും റിവറും. അപ്പോൾ നമ്മൾ റിവറിലൂടെ ബോട്ട് എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പോകണം. നമ്മൾ എല്ലാം രജിസ്റ്റർ ചെയ്തു. ഇവിടെ വന്ന് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് വന്നു, ബുക്ക് ചെയ്ത് വന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ അവരൊരു കുറച്ച് മിനിറ്റ്സിനുള്ളിൽ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ ചെന്നാൽ മതി. അപ്പോൾ അതാണ് പരിപാടി. അപ്പം ഞങ്ങൾ നല്ല വെയിലാണ്, കട്ട വെയിലാണ്. ഹാറ്റും സൺഗ്ലാസും എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എക്സ്പീരിയൻസ് നോക്കാം. പിന്നെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പെറ്റ്സ് അലൗഡ് ആണ്. അപ്പോൾ നമ്മൾ കോഫീനെ കൊണ്ടുവന്നിട്ടുണ്ട്. കോഫി എങ്ങനെ ബിഹേവ് ചെയ്യുന്നറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. കോഫിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇതാ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക, കോഫി അടക്കം. കോഫി കോഫി ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബോട്ട്സ്, ഗോ ബോട്ട്സ് റെൻ്റൽ ഉണ്ടോ. ഒരു ടീം കയറി അവിടെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളടുത്തത് അവർ വിളിക്കും നമ്മളെ. അപ്പം നമ്മുടെ ടേൺ എത്തി. ഇതാ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ബോട്ടിലായിരിക്കും. നല്ല വെയിലുണ്ട്, ദൈവമേ. Coffee. He's like, I'm not coming. Coffee. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 10 മിനിറ്റ് ആയി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അതെ, അത്ര എളുപ്പമല്ല. ആദ്യം ഞാനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്നും മനസ്സിലായി ഇത് എങ്ങനെയാണ് പോകുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ പോകണമായിരുന്നു. എന്നിട്ട് അവസാനം പെട്ടെന്ന് സ്കിപ്പർ മാറി അശ്വിൻ കയറി. നമ്മൾ ആ ചെറുതായിട്ട് ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോയി ഇടിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ലൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ, അശ്വിനും പഠിച്ചു, ഓൾമോസ്റ്റ് ഞാൻ പഠിച്ചു. നമ്മൾ പൊക്കോണ്ടിരിക്കുക. പക്ഷേ നമ്മൾ വിചാരിക്കുന്നവർ അത്ര എളുപ്പമല്ല ഇത് ഓടിക്കാനായിട്ട്. അവിടെ റോച്ച അതിൻ്റെ നാവിഗേറ്ററാണ്. റോച്ചയും ബോസും ചില്ലിങ്.
വലിയ ബോട്ട്സ് ഒക്കെ വരുന്നല്ലേ? ആക്ച്വലി ഐ തിങ്ക് കോഫിയാണ് ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നടുവില് നിക്കുന്നത്. അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വലിയ ബോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ബ്രിസ്ബൻ സിറ്റിയുടെ പാസഞ്ചർ ബോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് ഇനി ചലഞ്ച്. അത് വരുമ്പോ നമ്മൾ സൈഡിലോട്ട് മാറി കൊടുക്കും. എടാ നീ ഇത് നോക്കുന്നുണ്ടോ? സ്കിപ്പർ മാറി. ഇപ്പൊ ബോസ് ആണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാരും അവനവന്റെ സ്കിൽസ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബോസേ? സ്റ്റാൻഡേർഡ് ഡ്രൈവർ നാവിഗേറ്റർ. കറക്റ്റ് ഇനി നേരെ പോയാൽ കോഫിക്ക് ഒരു പ്രശ്നമില്ല. കോഫി കാറ് വേണ്ടല്ലേ? ഇനി ഇങ്ങനത്തെ വണ്ടി മതി. ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള വണ്ടി മതി അല്ലേ? ഇതിനെ നമ്മൾ എപ്പോഴും കൗണ്ടർ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ഒരു ചലഞ്ച്. ഇറ്റ്സ് നോട്ട് അബൌട്ട് കീപ്പിംഗ് ഇറ്റ് സ്ട്രേറ്റ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് സ്റ്റിയറിംഗിൽ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് ഓക്കെ സ്ട്രൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണല്ലോ തോന്നും. പക്ഷെ അത്ര സിമ്പിൾ അല്ല കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ലെഫ്റ്റും റൈറ്റും പിടിച്ച് ഏകദേശം സെന്ററിൽ കൂടെ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ചോപ്പി വാട്ടേഴ്സ് ആണ്. അപ്പൊ വെള്ളം വേറെ വഴി കൂടെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. എന്റെ കാണിച്ച് ഇത് കാണിച്ച് മാപ്പ് കാണിച്ച് ലേഡി ഡ്രൈവർ. ഞാൻ മാപ്പ് തിരിച്ചാ പിടിച്ചേക്കുന്നത് മനസ്സിലാവാൻ. നമ്മൾ കുറച്ച് മണ്ടന്മാരായാണ്. ഇതാണ് മാപ്പ്. പിന്നെ ഓൺലൈനിലും കാണാം അല്ലേ? ഇതാ പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ലൊക്കേഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മള് ഈ ഒരു റെഡ് വര കണ്ടോ? അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ലേഡി ഡ്രൈവർ അടുത്തതായി സീറ്റ് ബെൽറ്റ് എവിടെ? കോഫി ഭയങ്കര ചില്ലാണ്. നീ താഴോട്ട് ചാടിക്കോ. കുറച്ചു മുന്നേ നല്ല രസമായിരുന്നു. 2 സിറ്റി കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിസ്ബന്റെ പാസഞ്ചർ ബോട്ട്സ് അല്ലേ? പാസഞ്ചർ ബോട്ട്സ് 2 വന്നു. ഫെറി വലുത് 2 വന്നു. നമ്മൾ സൈഡാക്കി. അതെ, നമ്മള് സൈഡാക്കി വെച്ചു. അവർക്ക് പാവം തോന്നിട്ട് അവര് നമ്മളെ അവർക്ക് തോന്നിയെന്ന് തോന്നുന്നു നമുക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് തോന്നി. അടുത്ത സ്കിപ്പ് എല്ലാവരും അവനവന്റെ കൈ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. ഓ ഈ വഴി കൊള്ളാലോ. നോക്കാം അവിടെ സൈഡിലും ആൾക്കാര് സൈക്കിളൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. അതെ കൊള്ളാം. ഇത് ഏത് വഴിയാ? വെറുതെ അല്ല. കോഫി എവിടുന്ന് പറയുന്നത്? ഇനി കാറ് വേണ്ട, ഇങ്ങനത്തെ വണ്ടി മതി. ഇതാവുമ്പോ ഓപ്പണാ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ? സ്കിപ്പറിന് മാത്രം കുടിക്കാൻ പറ്റാ. സ്കിപ്പർ ആടാ. നമ്മളെ നമ്മുടെ സ്വന്തം ബോട്ടിൽ ഒരു ബീർ അടിക്കാം. ഞാൻ വിചാരിച്ചു ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പറ്റില്ലാന്ന്. അയ്യോ എനിക്ക് മതി. ഷെയർ कर लो. ഓക്കേ. റോച്ച റേസ് ചെയ്യേ. Come on. പിടിക്കടാ. ഓടിച്ച് പിടിക്കടാ. പറപ്പിക്ക് വാപ്പാ. ചേസ് അല്ല മറ്റേ റേപ്പ് അല്ല ചേസ്. ലേഡി ഡ്രൈവർ കഴിവ് തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ സലീംകുമാറിന്റെ അലുമിനിയം കലവും കൊണ്ട് എടുത്ത് വെക്കരുത് അല്ലേ? അത് നീക്കിയിരിക്കോ? ഞാൻ താഴെ ഭയങ്കര കോഫി ഇങ്ങനെ കാമായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല ഇത് സ്ഥലം. ഒരു സിറ്റി കാറ്റ് ഫെറി പോയതാണേ. നമ്മളിങ്ങനെ കിടന്ന് ആടി വലയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു
ഓസ്മോയിൽ നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയുന്നില്ല guys. വേണമെങ്കിൽ മാനുവലി ഇറങ്ങി അതെ. ഇനി എങ്ങോട്ടാ പോണ്ടേ? അല്ല കുറച്ചുകൂടെ പോകും. അപ്പൊ ഇതാണ് ബ്രിസ്ബൻ സിറ്റിയുടെ കുറച്ച് ഭാഗം. സിറ്റി അല്ലല്ലേ ഇത്, മറ്റേ ഹാമിൽട്ടൺ. ആ, സിറ്റിയുടെ അടുത്തുള്ള ഒരു സബർബാണിത് ഹാമിൽട്ടൺ. ഇതെന്തോ കോഫി പ്രോപ്പർ ഓസി ഡോഗാണ്. ബോട്ട് ഡോഗ് അല്ലെങ്കിൽ എന്താ ഫാം ഡോഗ്. കാറൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങക്ക്. കാറൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റിയാ അല്ലേ കോഫി? ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. ഹായ്, അവനെ കൊണ്ട് തട്ടാൻ പറ്റുമോ? ഒരു ജെറ്റ് സ്കി വരുന്നുണ്ടേ. ജെറ്റ് സ്കി. അവിടുന്ന് വേറെ ബോട്ട് വരുന്നുണ്ട്. അതാട്ടോ നേരത്തെ പറഞ്ഞ സിറ്റി കാറ്റ്. ഇവിടുത്തെ പാസഞ്ചർ ഫെറി അത് സിറ്റി കാറ്റ്. നമ്മളിത് 2 മണിക്ക് എടുക്കേണ്ടതായിരുന്നു. നമ്മൾ എത്തിയപ്പോ തന്നെ 2:15 കേറിയപ്പോ 2:30 അപ്പൊ അവര് പറഞ്ഞു 2:30 ആയെങ്കിൽ അവർക്ക് 4 മണിക്ക് തിരിച്ച് ബോട്ട് എത്തിക്കണം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു 1.5 മണിക്കൂറേ കിട്ടുള്ളൂ എന്ന്. പക്ഷെ 1.5 മണിക്കൂർ മോർ ദാൻ എനഫ് ആണ്. അതെ, 1.25 മണിക്കൂർ എടുക്കും പഠിക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു ഈ സമയത്തെടുത്ത് 6 മണിക്ക് തിരിച്ചു കൊടുക്കാം. ആദ്യത്തെ 2 പഠിക്കും, എന്നിട്ട് അടുത്ത അതെ. ബോട്ടിന്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ മറ്റേ സ്പീഡ് ബോട്ട് ഇതൊക്കെ ഓട്ടിക്കണമെന്നുള്ളത്. ഇപ്പൊ മറ്റേ ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി എനിക്കൊരു ബോട്ട് ഓടിക്കാനുള്ള ഒരു കഴിവാണ്. അല്ലേ കോഫി? ബോട്ട് ലൈസൻസ് എടുത്താലോ? നല്ല ഐഡിയ. എന്നിട്ട് നമുക്ക് ജെറ്റ് സ്കി വാങ്ങാം. ഒരു ചെറിയ ബോട്ട് ഓടിച്ചതിന്റെ അഹങ്കാരം കണ്ടോ? സ്കിഡ് ചെയ്യാവോ? പറപ്പിക്കും, കത്തിച്ചു വിടുവോ അപ്പാ? ബോട്ട് എടുപ്പിച്ചത് അശ്വനാട്ടോ. ബോട്ട് എടുപ്പിച്ചത് അശ്വന ഫസ്റ്റത്തെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ. ഇടിക്കാൻ വേണ്ടി പോയപ്പോ ഞങ്ങളെല്ലാരും അശ്വിൻ കിൽ 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 എന്ന് പറഞ്ഞു. അശ്വിൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ഒരക്ഷരം മാറിപ്പോയി. ഞങ്ങള് കില്ലെന്ന് പറഞ്ഞു, അശ്വിൻ കേട്ട ചില്ലെന്ന. ബോട്ട് പോയിട്ട് ഒരു ബ്രിഡ്ജിന്റെ താഴെക്കിട്ട് ഒറ്റ ഇടി. ഞങ്ങളെ പറഞ്ഞു വിട്ട ടാറ്റയൊക്കെ തന്നു വിട്ട ബോട്ടിന്റെ മുതലാളി അവിടെ വന്നിട്ട് അവരവിടെ കിടന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് നേരെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഈ വീടുകളെല്ലാം മൾട്ടി മില്യൺ വീടുകളാണ്. നോക്ക്, ആ വീടുകളൊക്കെ അവർക്ക് പാർക്കിംഗ് ഇല്ല, നേരെ ജെട്ടിയിലോട്ടാണ്. ഓ അടിപൊളി. മില്ലിനേഴ്സ് ബില്ലിനേഴ്സ് പ്രോബ്ലം. ഓ ആ വീട് കൊള്ളാം, അടിപൊളി, നല്ല രസമുണ്ട്. പഴയ വീട് എവിടെ? ആ അത് തന്നെ, അത് തന്നെ. ഓ ആ വീട്ടുകാർക്ക് വലിയ ബോട്ടാട്ടോ, യോട്ട്. എന്നാ വീടാ നോക്കിയേ, ഇൻഫിനിറ്റി പൂള്. എന്റെ അപ്പൊ എന്നെ നമ്മള് ബോട്ട് ഒരു 2 മണിക്കൂർ ഹയർ ചെയ്തപ്പോ തന്നെ നമ്മുടെ അഹങ്കാരം ഇതാണെങ്കിൽ. കോഫി എന്തി? കോഫി തിരിഞ്ഞല്ല. ഒരു സിറ്റി കാറ്റ് പോകുന്നു. ഇതാണ് സിറ്റി അതൊരു സ്റ്റോപ്പാണ്, അതൊരു ജെട്ടിയാണ്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ഉണ്ട്, ബുലുംബ ജെട്ടിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അങ്ങോട്ട് ഈ സെന്റർ പിടിച്ച് തന്നെ പൊയ്ക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ, കാരണം ആ മഞ്ഞ സ്ഥലം കാണിച്ചേക്കുന്നുണ്ടോ അതെല്ലാം അതിന്റെ നമ്മളെ പോലെ വേറെ ഒരു ടീം. ഡ്രൈവർ ചേഞ്ച്, സിറ്റി കാറ്റും പോകുന്നുണ്ട്.
ഒരു നമ്മളെ പോലത്തെ ബോട്ടും ഉണ്ട്, ഡ്രൈവറും മാറി. കോഫി നോക്കി എവിടെ നോക്കുന്നു, കോഫി നോക്കുന്നു, കോഫി നമ്മളിപ്പോ ആക്ച്വലി റെസ്പെക്റ്റഡ് നമുക്ക് ഇവിടുന്ന് സെന്റർ നിന്ന് പോകാം. സെന്റർ. സൂക്ഷിക്കണം അമ്പാനെ, സൂക്ഷിക്കുന്നുണ്ടെന്നോ. ചിങ്കിടി ചിങ്കാണി പപ്പിരി. ഡ്രിങ്ക്സ് റൈറ്റ് പ്ലേസിൽ നമ്മൾ എടുത്തു. Oh shit, man. What you doing, bro? Ooh. Hoi hoi. Hoi hoi. Yeah, കൊല്ലാ കൊണ്ടോ. ഇല്ല വാവേ, ഇല്ല വാവേ, ഇല്ല വാവേ, ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ. കൊല്ലാ കൊണ്ടോടാ ഡേ. യോ കൊല്ലാ കൊണ്ടോടേ. ക്യാപ്റ്റനെ മാറ്റണേ. ക്യാപ്റ്റനെ മാറ്റണേ ഡേ. എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഇതുവരെ എല്ലാം ശരിയല്ലേ? ഇതുവരെ എല്ലാം വളരെ ശരിയാണ്. നമ്മളെ തിരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കുമ്പോ അവര് പറയുമായിരിക്കും നിങ്ങൾ തിരിച്ചു വരുന്നു ഞാൻ വിചാരിച്ചില്ല. വളരെ നന്ദിയുണ്ട്, ഈ ബോട്ട് കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ചലഞ്ച്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. 4 മണിക്കാണ് തിരിച്ചു പോകേണ്ടത്. ഇപ്പോൾ ഒരു 3:45, 50 ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പാലത്തിന്റെ ഇടയിൽ കൂടെ പോകണ്ട. നേരത്തെ പറഞ്ഞില്ലേ ഒരു പാലത്തിന്റെ പില്ലറെ വന്ന് ഇടിച്ചു നിന്ന്. തിരിച്ച് അതുവഴി പോണം. നോക്കട്ടെ, പറ്റിയ ഡെമോ കാണിക്കാം. നോക്കട്ടെ, പറ്റിയാണ് ഞങ്ങൾ ഡെമോ കാണിക്കും. ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ പോകട്ടെ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പഠിച്ചു. ആദ്യത്തെ വട്ടം ഇടിച്ചത് ഞങ്ങൾ 5 മിനിറ്റ് ആയുള്ളൂ നമ്മൾ വണ്ടി എടുത്തിട്ട്. അതുകൊണ്ടാട്ടോ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? ഇപ്പൊ എക്സ്പീരിയൻസ്ഡ്. എവിടെ നമ്മുടെ ബോട്ടിന്റെ മുതലാളി എവിടെ ഉണ്ടോ? മറ്റേ മുതലാളി ഇവിടെ വന്നിട്ട് മുതലാളി ജങ്ക് ചക ചക. അപ്പൊ ഞങ്ങള് സേഫായിട്ട് തിരിച്ചെത്തുന്നു വിചാരിക്കുന്നു. ആ പാലത്തിന്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.